ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റൂഡിയാണ്. ലാബനത്തിൽപ്പെട്ട ഡോഗിനെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ പേരാണ് റൂഡി. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം, റൂഡിയെ കാണാം. റൂഡി, ഇതാണ് നമ്മുടെ റൂഡി. ഇതാണ് നമ്മുടെ റൂഡി. അപ്പമ്മ വിളിക്കുന്ന റൂഡി മോനെ എന്നാ. റൂഡി മോനെ എന്ന് വിളിക്കുമ്പോൾ ഓടി വരും. ഭയങ്കര സ്നേഹമാണ്. ഇതിന് കൂടെയൊന്നും ഇല്ലാതെ പൊഴിയത്തില്ല. നല്ല എപ്പോഴും കുളിപ്പിക്കുന്നില്ല. ഡെയിലി നമ്മൾ കുളിപ്പിക്കും. അതിന് പൗഡർ ഇട്ട് കൊടുക്കും, അതിൻ്റേതായിട്ടുള്ള പൗഡർ. പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ടാണ് കൊണ്ടു കിടക്കുന്നത്. ഭയങ്കര സ്നേഹമാണ്. നമ്മളോടൊക്കെ ഭയങ്കര ഇണങ്ങി നിൽക്കുന്ന ആളാണ്, ഇല്ലയോ? ഇതിപ്പോ നമ്മളെ കൊണ്ടുവന്ന ഇപ്പൊ 6 മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ. 6 മാസത്തോളം ആയിട്ടുണ്ട്. ഇല്ലിണ്ടോ? 6 മാസത്തോളം ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. 2-ാം മാസത്തിൽ നമ്മൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 വർഷത്തേക്കുള്ള ഇഞ്ചക്ഷൻ നമ്മൾ 2-ാം മാസത്തിൽ എടുത്തു. 4 ഇഞ്ചക്ഷനാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിനകത്ത് പേയ്ക്കുള്ള ഇഞ്ചക്ഷന്, വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നത്. 4 ഇഞ്ചക്ഷൻ ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ടുപോയായിരുന്നു. നമ്മൾ എന്തെങ്കിലും അസ്വസ്ഥത കാണിക്കുകയാണെങ്കിൽ അപ്പോഴേ കൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. കാര്യം നമ്മൾ പച്ചവെട്ടിരിക്കത്തില്ല, അപ്പോഴേ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ നോക്കുന്നത്. ഇത് ലാബാണ്. ലാബ് നമ്മൾ ആദ്യമേ പറയാൻ വിട്ടുപോയി. ലാബ് ഡോഗാണിത്. ഇപ്പം 6 മാസം ആയുള്ളൂ. ഇപ്പം ഫ്രണ്ട്ലി ആണ്. ഇതിന്റെ പൂർണ്ണ വളർച്ച 14 മാസമാണ്. 14 മാസമാണ് ഇതിന് പൂർണ്ണ വളർച്ച വരുന്നത്. ഇപ്പം 6 മാസമായിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. നമ്മുടെ വീടിനകത്തിട്ട് വളർത്തിയാലും ഒരു പ്രശ്നവും ഇല്ല. കാര്യം കൂടെ അങ്ങനൊന്നും പൊഴിയത്തില്ല. ഇതിന്റെ ഇത് ചെറിയ രോമമാണ്. ഇതിന് ഭയങ്കര സ്നേഹമാണ്. ഇതിന് പാവത്താനെ പോലെ കിടക്കുന്നത്. ഇതിന്റെ സവിശേഷതകളൊന്നും പറയാമോ? ഇത് എത്ര മാസത്തിലാണ് കൊണ്ടുവന്നേ? ഇത് നമ്മൾ 1.5 മാസമായപ്പം കൊണ്ടുവന്ന്. ഇത് കൊല്ലത്ത് ഒരിടത്ത് നിന്ന് നമ്മളെ കൊണ്ടുവന്നത്, പട്ടിയെ വിൽക്കുന്ന സ്ഥലത്ത് നിന്ന്. അപ്പോൾ അവിടെ നമ്മൾ നേരിട്ട് കൊണ്ടുവരുമായിരുന്നു ഈ പട്ടിയെ. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ, ഏകദേശം 2 മാസമായി കഴിഞ്ഞപ്പോൾ ഇതിനെ ഫസ്റ്റ് കുത്തിവെക്കാൻ കൊണ്ടുപോയി. ഏകദേശം അന്നേരം 4 ഇഞ്ചക്ഷൻ എടുത്ത്. ഒന്ന് പേയ്ക്കുള്ളതും പിന്നെ വിരയ്ക്കുള്ളതും, അങ്ങനെയുള്ള 4 ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ സെപ്പറേറ്റ് ഫുഡൊന്നും കൊടുക്കുന്നില്ല. ഫസ്റ്റിൽ പീഡിയേരിയൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ അതൊന്നും ഇത് അങ്ങനെ തിന്നുന്നില്ല. തിന്നു കഴിഞ്ഞാൽ ഒരു മാണ്ട് കിടപ്പായിരുന്നു. അതിനുശേഷം അതങ്ങ് ഒഴിവാക്കി. പിന്നെ നമ്മൾ സാധാ കഴിക്കുന്ന ഏത് ഫുഡാണ് അതങ്ങ് കൊടുത്തു തുടങ്ങി. ജം ജം റോഡി ബാ, കുളിക്കാൻ ബാ, കുളിക്കാൻ ബാ, ബാ കുളിക്കാൻ ബാ, ബാ ബാ കുളിക്കാൻ ബാ. പോയിരിക്കെ പോയി കുളിക്കാം. കുളിക്കാൻ പോയിരിക്കെ. കുളിക്കാം. കയറ്. ഗുഡ് ബോയ്. എന്നാ ഇച്ചിരി വെള്ളം കുടിച്ചോ. മതിയോ? വെള്ളം മതിയോ?
ഈ ലാബർ ഡോഗിന് വെള്ളത്തിൽ എത്ര വേണമെങ്കിലും കുളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എത്ര തണുപ്പുണ്ടെങ്കിലും അത് വിഷയമേ അല്ല ഇതിന്. എത്ര വലിയ തണുപ്പാണെന്ന് പറഞ്ഞാലും അവൻ പോയി കുളിച്ചോളും. അതിന് യാതൊരു മടിയില്ല. കുളിക്കണം എന്ന് പറഞ്ഞപ്പോഴേ ചാടി ചെല്ലും കുളിക്കാൻ വേണ്ടി. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. റോഡി സിറ്റ് സിറ്റ്. ഇതിന്റെ സവിശേഷതകളൊന്ന് പറഞ്ഞാലോ, അതിന്റെ കാലിനെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞാൽ. സവിശേഷം എന്താ, അതിന്റെ കാലിന് പ്യുവർ ആണെങ്കിൽ എൻ്റെ കാലിന് നല്ല വണ്ണം കാണും. പിന്നെ കാലിന്റെ പത്തിക്കിടയ്ക്കായിട്ട് ഈ താറാവിന് കാണുന്ന പോലെ ഒരു പാട കാണും. അത് കൂടുതലും സ്വിമ്മിങ്ങിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനെ പണ്ടുള്ള ആൾക്കാർ മീൻ പിടുത്തവും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പിന്നെ നീന്താൻ നല്ല മിടുക്കുക. പിന്നെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു കുടയിൽ തന്നെ ഇത് എല്ലാം വെള്ളമെല്ലാം പോയി ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ്. രോമം ഇല്ലാത്തതുകൊണ്ടല്ല, ഇതിന്റെ പ്രത്യേകത അങ്ങനെയാണ്. എത്ര വെള്ളം നനഞ്ഞാലും ഒന്ന് കുടയുമ്പോഴത്തേക്ക് നമ്മൾ ആ വെള്ളമെല്ലാം അങ്ങ് പോകും അപ്പോഴത്തേക്ക്. ഇതാരാ പോ ഇത്? റൂഡിമോനാണോ? അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് മനസ്സിലായി കാണുമല്ലോ. നമ്മളെ റൂഡിയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. റൂഡിയുടെ സവിശേഷതകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞത്. ഭയങ്കര ഫ്രണ്ട്ലിയാണിത്, നമ്മുടെ കൂടെ നിന്നോളൂ ഇത്, ഇല്ല റൂഡി? അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, കമൻറ്റ്സ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ. റൂഡി അങ്ങോട്ട് നോക്കിയേ, അങ്ങോട്ട് നോക്ക് റൂഡി. മിണ്ടല്ലേ.